Good morning, dear children. In the previous class, we discussed about different models or theories in managerial economics. രണ്ട് തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. The first one is value maximization model and the second is Baumol's sales maximization model. Baumol's sales maximization model എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? In Baumol's sales maximization model, Baumol presented sales maximization through revenue is the aim of the business or concern. Then he avoids the profit maximization of the concern. So there are certain assumptions we discussed regarding Baumol's model. What are the assumptions? Assumptions-il ഒന്നാമത്തെ assumption എന്ന് പറയുന്നത് സിംഗിൾ പീരീഡ് ഓഫ് ടൈം ഹൊറൈസൺ ഓഫ് ദ ഫേം. ഫേമിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് സിംഗിൾ ടൈം പീരീഡ് ആണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് നോക്കുന്നത്. രണ്ടാമത്തെ അസംഷനിൽ പറയുന്നത് ഫേം എയിംസ് അറ്റ് മാക്സിമൈസിങ് ഇറ്റ്സ് സെയിൽസ് റവന്യൂ കൂട്ടുക എന്നുള്ളതാണ് ഒരു ഫേമിന്റെ ഉദ്ദേശം. ആൻഡ് ദ തേർഡ് ഇസ് പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് സെറ്റ് ഇൻ ടേംസ് ഓഫ് ദ കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. മാർക്കറ്റ് ഷെയറിന്റെ കമ്പനിയുടെ ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് കമ്പനി തന്നെ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. അതേപോലെ ഇഫ് ദ ഫേം ഇസ് ഒളിഗോപൊളിസ്റ്റിക് ഇറ്റ്സ് കോസ്റ്റ് കർവ് ഇസ് യു ഷേപ്ഡ്. ഒളിഗോപൊളിസ്റ്റിക് ഫേം ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂ കൺസേൺസ് ആണ് ഈ മാർക്കറ്റിൽ ഉള്ളുവെങ്കിൽ അതിനെയാണ് നമ്മൾ ഒളിഗോപൊളിസ്റ്റിക് ഫേം എന്ന് പറയാം. ഫേം ഒളിഗോപൊളിസ്റ്റിക് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് കർവ് എപ്പോഴും യു ഷേപ്ഡ് കർവ് ആയിരിക്കും. യു ഷേപ്ഡ് കർവ് എന്ന് വെച്ചാൽ കോസ്റ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത്രയും ആണ് ഈ അസംഷൻസ്, ബൗമോൾസ് മോഡലിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. സോ today we are going to discuss more explanation regarding Baumol's sales maximization model. Okay, explanation of Baumol's model. Today we are going to discuss more about Baumol's sales maximization model. In sales maximization model of Baumol, he mainly focus on മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് റവന്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സെയിൽസ് റവന്യൂ കൂട്ടുക എന്നതാണ് ബൗമോൾ ഈ ഒരു സെയിൽസ് മാക്സിമൈസേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസൈഡ്സ് ദാറ്റ് ദ ഫേം ഫോക്കസ് ഓൺ കീപ്പിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഇൻ സേഫ്റ്റി മെത്തേഡ്സ്. ഈ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഇവിടെ കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കമ്പനി ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിനിമം പ്രോഫിറ്റ് ഫിക്സ് ചെയ്ത് വെക്കും. ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായ ഡിവിഡൻഡ് നൽകാൻ വേണ്ടി, ഷെയർ ഹോൾഡേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടി, കമ്പനീന്റെ ഗുഡ്വില്ലിന് വേണ്ടി സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിക്സഡ് പ്രോഫിറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ പ്രോഫിറ്റ് കൺസ്ട്രെയിൻസിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ? അതായത് മിനിമം പ്രോഫിറ്റ് കമ്പനി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെയിൽസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ദിസ് മിനിമം പ്രോഫിറ്റ് ഇസ് റിഗാർഡഡ് ആസ് ദ മിനിമം പ്രോഫിറ്റ് ലെവൽ കൺസ്ട്രെയിൻസ്. ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. This minimum profit is essential for the company for paying dividends to shareholders and meeting the financial requirements of the company. കമ്പനിയുടെ ഡേ ടു ഡേ റിക്വയർമെന്റ്സിനും അതേപോലെ പ്രോപ്പർ ആയിട്ട് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടി ഈ മിനിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് കമ്പനിക്ക് അത്യാവശ്യമാണ്. ബൗമോളിന്റെ അഭിപ്രായത്തിൽ കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം സെയിൽസ് കിട്ടുന്നത് മാർജിനൽ റവന്യൂ സീറോ ആകുമ്പോഴാണ്. അപ്പൊ മാർജിനൽ റവന്യൂ സീറോ ആകുന്ന സമയത്താണ് കമ്പനിക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം സെയിൽസ് കിട്ടുന്നത് എന്നാണ് ആര് പറയുന്നത്? ബൗമോൾ പറയപ്പെടുന്നത്. സോ വി ഹാവ് ടു ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ ബൗമോൾസ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ബൈ യൂസിങ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ബൗമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷന്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നത്. സോ ചിൽഡ്രൻ പ്ലീസ് ലിസൺ. നമ്മൾ നോർമലി ഗ്രാഫ് വരയ്ക്കുന്ന ഗ്രാഫ് പേപ്പറിലാണ് നമ്മൾ നോർമലി ഗ്രാഫ് വരയ്ക്കാറ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് ജസ്റ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ബോർഡിൽ വരയ്ക്കുകയാണ്. നിങ്ങൾ നോട്ടിൽ വരച്ചാൽ മതി കേട്ടോ. ഗ്രാഫൊക്കെ നോട്ടിൽ വരച്ചാൽ മതി. സ്കെയില് പെൻസിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നോട്ടിൽ ഗ്രാഫ് വരയ്ക്കാൻ. ഓക്കെ,
ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ടിനെയാണ് കാണിക്കുന്നത്. ഔട്ട്പുട്ട്. ഓക്കെ, എക്സ് ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ വൈ ആക്സിസ് വി ഹാവ് ടു ഇൻഡിക്കേറ്റ് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, ടോട്ടൽ പ്രോഫിറ്റ് എല്ലാം തന്നെ നമ്മൾ എന്തിൽ കാണിക്കുന്നു? വൈ ആക്സിസിൽ കാണിക്കുന്നു. ടി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആണ്, ടി ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ആണ്, ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ആക്സിസിലാണ് കാണിക്കുന്നത്? വൈ ആക്സിസിലാണ് കാണിക്കുന്നത്. എക്സ് ആക്സിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കമ്പനി ഓൾറെഡി ഒരു മിനിമം പ്രോഫിറ്റ് ഫിക്സ് ചെയ്യും, അല്ലെ? ഒരു പ്രോഫിറ്റ് കൺസ്ട്രെയിൻഡ് കമ്പനി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ഡേ ടു ഡേ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായ ഡിവിഡൻഡ് കൊടുക്കാനൊക്കെ വേണ്ടി കമ്പനി ഓൾറെഡി ഒരു പ്രോഫിറ്റ് ലൈൻ ഫിക്സ് ചെയ്യും. ആ പ്രോഫിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ലൈൻ ആണ്. അപ്പൊ ആ പ്രോഫിറ്റ് ലൈൻ ആണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്, അല്ലെ? പ്രോഫിറ്റ് ലൈൻ ഒരു പാരലൽ ലൈൻ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ പ്രോഫിറ്റ് ലൈൻ. പ്രോഫിറ്റ് ലൈനില് എങ്ങനെയാണ് നമ്മൾ അതിനെ മിനിമം പ്രോഫിറ്റ് എന്നാണ് പറയുക, അല്ലെ? എം പി ആണ് മിനിമം പ്രോഫിറ്റ്. സോ ദിസ് ഇസ് ദ ലൈൻ എം പി ലൈൻ. ദിസ് ഇസ് ദ മിനിമം പ്രോഫിറ്റ് ലൈൻ ഓൾറെഡി ഫിക്സ്ഡ് ബൈ ദ കമ്പനി. കമ്പനി ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് ഓൾറെഡി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എം പി, മിനിമം പ്രോഫിറ്റ് ലൈൻ ആണ് എം പി. ഓക്കെ, ഹിയർ ദ എയിം ഓഫ് കമ്പനി ഈസ് ടു മാക്സിമൈസ് സെയിൽസ് ഓർ മാക്സിമൈസ് റവന്യൂ റേദർ ദാൻ പ്രോഫിറ്റ്, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? കമ്പനിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസിങ് സെയിൽസ് റേദർ ദാൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിനേക്കാളും കൂടുതൽ എന്താക്കി വരണം? സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ കൂടണം. അതാണ് കമ്പനിയുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി റവന്യൂ കർവ് ആണ് വരയ്ക്കുന്നത്. റവന്യൂ കർവ് നമ്മളിവിടെ 0 ആണ്. 0യിൽ നിന്നാണ്, അല്ലെങ്കിൽ O അല്ലെങ്കിൽ 0 ഇസ് ദ ഇൻഡിക്കേഷൻ, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പോയിന്റ് O എന്നാണ് എന്ത് തുടങ്ങുന്നത്? റവന്യൂ കർവ് വരയ്ക്കുന്നത്. റവന്യൂവിന്റെ ഒരു പ്രത്യേകത സ്റ്റാർട്ടിങ്ങിൽ കുറവായിരിക്കും, കുറഞ്ഞു കുറഞ്ഞ് അതൊരു പീക്ക് പോയിന്റിലെത്തി താഴെ വരുന്നതാണ് റവന്യൂ കർവ്, അല്ലെ? ടോട്ടൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും റവന്യൂ കർവ്. റവന്യൂ ഒരു പീക്ക് സ്റ്റേജിലെത്തും, അതായത് റവന്യൂ കുറവിൽ നിന്ന്, ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് കുറഞ്ഞു വന്ന് കൂടി 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 പിന്നെയും കുറയുന്നതാണ് റവന്യൂ കർവ്. അപ്പൊ അത് എപ്പോഴും എന്തിന്റെ മുകളിലായിരിക്കും? പ്രോഫിറ്റ്, മിനിമം പ്രോഫിറ്റിന്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക? ടോട്ടൽ റവന്യൂ കർവ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ടോട്ടൽ പ്രോഫിറ്റ് കർവ് ആണ്. ടോട്ടൽ പ്രോഫിറ്റ് കർവ് ലൈസ് ബിലോ ദ ടോട്ടൽ റവന്യൂ കർവ്. എപ്പോഴും ടോട്ടൽ റവന്യൂ കർവിന്റെ താഴെ ആയിട്ടാണ് എന്ത് വരിക? ടോട്ടൽ പ്രോഫിറ്റ് കർവ് വരിക. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് കർവ് എപ്പോഴും മിനിമം പ്രോഫിറ്റിന്റെ മുകളിലൂടെ പോയിട്ട് എന്താണ്? ടോട്ടൽ റവന്യൂ കർവിന്റെ താഴെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ കർവ് വരയ്ക്കുക. ടോട്ടൽ പ്രോഫിറ്റ് മിനിമം പ്രോഫിറ്റിന്റെ മുകളിലാണ്, മുകളിൽ നിന്ന് പോയിട്ട് ടോട്ടൽ റവന്യൂ കർവിന്റെ താഴെയാണ് എന്ത് വരുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് കർവ് വരുന്നത്. ദിസ് ഇസ് ദ ടി പി കർവ്. ഇതിനൊന്നും മെഷർമെന്റ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ ഇഷ്ടാനുസരണം കർവ് ബേസിസിൽ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ റവന്യൂ കർവിന്റെ താഴെ ആയിരിക്കണം എപ്പോഴും ടോട്ടൽ പ്രോഫിറ്റ് കർവ് വരുന്നത്. മിനിമം പ്രോഫിറ്റിന്റെ മുകളിലൂടെ, അതായത് ഇങ്ങനെ പോയിട്ട് പീക്ക് സ്റ്റേജിൽ എത്തിയിട്ട് താഴോട്ട് വരുന്നതാണ് ടോട്ടൽ പ്രോഫിറ്റ് കർവ്. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് കർവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് കർവ് 0, അതായത് മൈനസിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതായത് നമ്മൾ എക്സ് ആക്സിന് താഴത്തേക്ക് നമ്മൾ വരയ്ക്കണം. ഇവിടെ ആകുമ്പോൾ 0 ആണ് വരിക. താഴേക്ക് വരച്ചാൽ എന്താണ്? -1 -2 അങ്ങോട്ട് പോകും. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് മൈനസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് ആക്സിന് താഴേക്കായിട്ടും എന്ത് വരയ്ക്കണം? ടോട്ടൽ പ്രോഫിറ്റ് കർവ് വരയ്ക്കണം. ആഫ്റ്റർ ദാറ്റ് we have to draw a total cost curve. നമ്മൾ ഒരു ടോട്ടൽ കോസ്റ്റ് കർവ് ആണ് നെക്സ്റ്റ് വരയ്ക്കേണ്ടത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ പ്രോഫിറ്റിനെയും മിനിമം പ്രോഫിറ്റിനെയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റില് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ടോട്ടൽ കോസ്റ്റ് കർവ് വരയ്ക്കേണ്ടത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കർവ് നമ്മൾ
വളയ്ക്കാതെ വരയ്ക്കണം. ടോട്ടൽ കോസ്റ്റ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ടോട്ടൽ റവന്യൂവിന് മുകളിലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ദിസ് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് കർവ്. ടോട്ടൽ കോസ്റ്റ് കർവ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കർവിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ കോസ്റ്റ് കർവ് നമ്മള് മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസിനെയും അതേപോലെ ടോട്ടൽ പ്രോഫിറ്റിനെയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് കോസ്റ്റ് പോകേണ്ടത്. ടോട്ടൽ കോസ്റ്റ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ലോസിലേക്കാണ് പോകുന്നത് അല്ലെ. ടോട്ടൽ റവന്യൂവിന്റെ മുകളിലും കോസ്റ്റ് പോകുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ നോക്കൂ, ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് ഇവിടെ ലോസ്. അതായത് റവന്യൂവിനേക്കാളും കൂടുതൽ മുകളിലേക്ക് എന്ത് പോകുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റ് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ നമ്മുടെ ലോസ് ഏരിയ ആണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കർവ് വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കുന്നു, അതിൽ ഔട്ട്പുട്ട് അടയാളപ്പെടുത്തുന്നു. ദെൻ വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമ്മൾ വൈ ആക്സിസിൽ കാണിക്കുന്നത്. ദെൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഒ എന്നുള്ള പോയിന്റിലാണ് കൊടുക്കുന്നത്. നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷന്റെ മോഡലിൽ പറയും പോലെ തന്നെ ഒരു മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് കമ്പനി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത്. മിനിമം പ്രോഫിറ്റ് ഒരു പാരലൽ ലൈൻ ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ MP അതായത് മിനിമം പ്രോഫിറ്റ് എന്ന് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ റവന്യൂ ആണ് വരയ്ക്കുന്നത്. ടോട്ടൽ റവന്യൂ ഡിമിനിഷിങ്ങിൽ നിന്ന് ടോപ്പ് പോയി പീക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന രീതിയിൽ പോയിട്ട് പിന്നെ താഴെ വരുന്ന രീതിയിലാണ് ടോട്ടൽ റവന്യൂ കർവ് നമ്മൾ വരച്ചിട്ടുള്ളത്. ടോട്ടൽ റവന്യൂ കർവിന് താഴെയായിട്ട് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കർവ് വരയ്ക്കുന്നു. അത് മിനിമം പ്രോഫിറ്റിന്റെ മുകളിലൂടെയാണ് താഴ്ന്നു വന്നത്. അത് നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഏതാണ് വരച്ചിട്ടുള്ളത്? ടോട്ടൽ കോസ്റ്റ് കർവ്. കോസ്റ്റ് കർവ് എന്ന് വെച്ചാൽ ലോസിലേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ കോസ്റ്റ് കർവ് നമ്മൾ വരച്ചത്. റവന്യൂ കർവിന്റെ മുകളിലേക്ക്, അതായത് MP-യും അതേപോലെ TP-നെയും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിലൂടെയാണ് കോസ്റ്റ് കർവ് കടന്നു പോയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലിസൺ ചിൽഡ്രൻ. നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഈ എല്ലാ ലൈൻസും ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ പോയിന്റ് C ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇവിടെ പോയിന്റ് C ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് കർവും അതേപോലെ ടോട്ടൽ പ്രോഫിറ്റ് കർവും അതേപോലെ നമ്മളെ പ്രോഫിറ്റ് ലൈനും കൂടെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് C. ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ C എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിനെ നമ്മൾ ഇവിടെ D എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ OD ഇസ് ദ ഔട്ട്പുട്ട് അല്ലെ. OD ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ OD എന്നുള്ള പോയിന്റിനെ നമ്മൾ കോസ്റ്റ് കർവിൽ റവന്യൂ കർവിൽ ടച്ച് ചെയ്യുന്നതാണെങ്കിൽ, റവന്യൂ ഈ ഒരു കർവിൽ നമ്മൾ ടച്ച് ചെയ്യിക്കുന്നതാണെങ്കിൽ, ഇതൊക്കെ ഇമാജിനേഷൻ ആണ്. റവന്യൂ കർവിൽ ടച്ച് ചെയ്യിക്കുന്നതാണെങ്കിൽ അതിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. പോയിന്റ് E എന്നുള്ള പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ പോയിന്റ് E. ഇനി നമ്മൾ TP കർവിന്റെ പീക്ക് പോയിന്റ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ, TP കർവിന്റെ പീക്ക് പോയിന്റ് ഇവിടെയാണ് വരുന്നത് അല്ലെ. ഇതാണ് പീക്ക് ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനും നമ്മൾ എന്ത് ചെയ്യാണ്? ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി താഴേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, പീക്ക് ലൈനിന് നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. B എന്നുള്ള പേര് കൊടുത്തു. അതേപോലെ അതിന്റെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഭാഗമായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ പ്രോഫിറ്റ് കർവിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു Q എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, സോ B ആണ് അതിന്റെ പീക്ക് പ്രോഫിറ്റ് സ്റ്റേജ്. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഏതിലാണ്? OQ ഇസ് ദ ഔട്ട്പുട്ട്. OD ഇസ് ദ ഔട്ട്പുട്ട് ഇൻ ദ കേസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് കർവ്. Here the point that is we named as L. പീക്ക് പോയിന്റ്. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മാറ്റിയിട്ട് പീക്ക് പോയിന്റ് നമ്മൾ എങ്ങനെ കൊടുക്കണം? പീക്ക് പോയിന്റ് ഇതിന് തൊട്ട് രണ്ടും കൂടെ ഒരു പോയിന്റിൽ വരാൻ പാടില്ല. അപ്പൊ ഇത് ഇത് കുറച്ച് ഉയർത്തി വരച്ചാൽ നിങ്ങൾക്ക് പീക്ക് പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇവിടെ പീക്ക് പോയിന്റ് നമ്മൾ L എന്ന് പോയിന്റ് കൊടുത്തു. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുക? താഴത്തേക്ക് നീട്ടി വരയ്ക്കുക അല്ലെ. താഴത്തേക്ക് നീട്ടി വരയ്ക്കുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ ഫിക്സ് ചെയ്യാം. ഒരു K എന്നുള്ള പേര് കൊടുക്കാം. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബൗമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ എന്ത് ഫിക്സ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതും അതിന്റെ പീക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതും. അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്നതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഗ്രാഫ് ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് വരച്ചാൽ മതി. ഇവിടെ മെഷർമെന്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഒരു രീതിയിലും ഇവിടെ ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. മെഷർമെന്റ് ഒന്നും തന്നെ എടുക്കണ്ട. കേർവിന്റെ അതായത് കേർവ് എവിടെയാണോ കിടക്കുന്നത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ടോട്ടൽ മിനിമം പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത ഫിക്സഡ് പാരലൽ ലൈൻ ആണ്. ബാക്കിയുള്ളത് ടോട്ടൽ റവന്യൂ മുകളിൽ വരണം, അതേപോലെ ടോട്ടൽ പ്രോഫിറ്റ് കർവ് ഏറ്റവും താഴെ വരണം, ടോട്ടൽ കോസ്റ്റ് കർവ് മുകളിലേക്ക് പോകണം എന്നുള്ള ഒരു രീതിയിൽ അതിന്റെ അലൈൻമെന്റ് മാത്രമേ ഇവിടെ നോക്കേണ്ടുള്ളൂ. ബാക്കി മെഷർമെന്റ് ഒന്നും തന്നെ ഗ്രാഫിന്റെ കേസിൽ ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഓരോ പോയിന്റ് ഇന്റർസെക്ട് ചെയ്തത് ഇവിടെ അടയാളപ്പെടുത്തിയെന്ന് മാത്രം. അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെയിൽസ് മാക്സിമൈസേഷന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ representation or the explanation regarding Baumol's sales maximization model.